ഞാനത് സർപ്രൈസ് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തമ്പ്നെയിൽ കണ്ടവർക്ക് മനസ്സിലാവും, പുതിയൊരു കാർ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ നമ്മൾ ഓൾറെഡി കാറൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ടൊയോട്ടയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ദോഹ വരെ പോവുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, 2 ദിവസമായിട്ട് ഞങ്ങൾ ദോഹയിൽ തന്നെയാണ്, സിറ്റി സെൻറ്ററിലാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ എമ്രുവിന് കുറച്ച് പഴമൊക്കെ കൊടുത്തു, സ്നാക്കായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് കണ്ടത്. അവൻ ഇവിടെ കിടന്ന് പ്രശ്നമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് എമ്രു ഉണ്ടോ, നല്ലൊരു ഒബ്സർവറാണ് കേട്ടോ. ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കാറിൽ കയറിയാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. കാഴ്ചകളൊക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അൽക്കോറിൽ നമ്മൾ ആദ്യം പെട്രോൾ അടിക്കാനാണ് പോയത്. അപ്പോൾ പോയപ്പോൾ തന്നെ നല്ല ഇരുട്ടാണ്. ചില സമയം അൽക്കോറിൽ പോകുമ്പോൾ ഇവിടെയൊന്നും ആരും ഇല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോകാറുണ്ട് കേട്ടോ. കാരണം ഇവിടെ ആൾക്കാരൊക്കെ കുറവാണ് നമ്മൾ ദോഹ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആരും ഇല്ലേ എന്നൊക്കെ തോന്നിപ്പോവും. അങ്ങനെ പെട്രോളൊക്കെ അടിച്ചിട്ട് സിറ്റി സെൻറ്ററിലോട്ടാണ് വന്നത്. ഇവിടെയാണ് ഈ സിറ്റി സെൻറ്ററിലുള്ള ടൊയോട്ട ഷോറൂമിൽ നിന്നാണ് നമ്മൾ കാറ് മേടിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം മേടിക്കുന്നില്ല, നമ്മൾ ക്യാഷ് പേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്യാഷൊക്കെ പേ ചെയ്തതിന് ശേഷം ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ കാറ് ഡെലിവറി ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ എമ്രു ആണെങ്കിൽ വരുന്ന വഴിക്ക് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഉറക്കം എഴുന്നേറ്റപ്പോൾ തന്നെ സ്ഥലം എത്തിയോ എന്നൊക്കെ നോക്കിയാണ്. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നേരെ ടൊയോട്ട ഷോറൂമിൽ പോവുകയാണ്. ടൊയോട്ട ഷോറൂമിലല്ല, അതിന് മുന്നേ വാഷ്റൂമിൽ പോവാണ് കേട്ടോ. അപ്പം എമ്രുവിൻ്റെ ഉറക്കം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെ കിടന്ന് വരികയാണ് വാപ്പാടെ അടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വാഷ്റൂമിലൊക്കെ പോയതിന് ശേഷം ഇവിടെ മാജിക് കോൺ ഉണ്ട്. അപ്പം ഞാൻ കോൺ മേടിക്കാമെന്ന് പറഞ്ഞ് പോയി. അങ്ങനെ നല്ല അടിപൊളി ബട്ടറും സോൾട്ടും പെപ്പറും സ്പൈസി ആയിട്ടൊക്കെ ഉള്ളൊരു അടിപൊളി കോൺ മേടിച്ച് ഞാൻ കഴിച്ചേട്ടോ. അപ്പോൾ മേടിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഹസ്ബൻഡ് ഇതിനാണല്ലേ നീ മേടിക്കാൻ പറഞ്ഞതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടൻറ്റ് വേണ്ടേ റീക്ക, കണ്ടൻറ്റൊക്കെ വേണ്ടേ കൈസ്. കണ്ടൻറ്റ് എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഒരു വ്ളോഗ് എന്നൊക്കെ പറയുന്നത് തന്നെ നമ്മൾ എന്തുമാത്രം ഷൂട്ട് ചെയ്യണം, അതെല്ലാം ഷൂട്ട് ചെയ്യണം. എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. പിന്നെ എമ്രുവിനെ നോക്കണം, എല്ലാം ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരു കോണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴല്ലേ, ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട് മാറുമ്പോഴല്ലേ അതിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ. അത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെ, നമ്മൾ ഇറങ്ങി ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ബാക്കിയുള്ളവർ പുറത്തുനിന്ന് നോക്കുമ്പം എന്ത് ഈസിയാണ്, സിമ്പിളാണെന്നൊക്കെ തോന്നും. അങ്ങനെ നമ്മൾ ടൊയോട്ട ഷോറൂമിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പേ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ സോഫയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പം ഇവിടെയുള്ള ഒരാൾ വന്നിട്ട് എമ്രുവിനെ കണ്ടിട്ട് അവനൊരു പസിൽ കാർഡ് കൊടുത്തേട്ടോ. ഇത് കൊള്ളാം കേട്ടോ, നല്ല വെറൈറ്റി ഉണ്ട്. കാറിൻ്റെ ഒരു പസിൽ കാർഡ്സാണേ. അത് നമ്മൾ ആ പസിൽ ചെയ്ത് വയ്ക്കുമ്പം കാറിൻ്റെ ഒരു ഫോട്ടോ വരുമെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയില്ല, അവനതിനുള്ള പ്രായമായിട്ടില്ലല്ലോ. അങ്ങനെ എമ്രു അത് ആ കാറിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോകുന്ന കാർ ഏതാണെന്ന്, ഇതിലിപ്പോൾ 2 കാറ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ കോമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് നോക്കാം നിങ്ങളുടെ ഗസ് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്മൻ മെസ്സിൽ വന്നേക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതൊരു 1 മാസമേ ആയിട്ടുള്ളൂ കേട്ടോ. ഇത്രയും തിരക്കാണെന്നുള്ളത് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഗൈസ്. ഇവിടെ വന്നൊരു 2 മണിക്കൂറായിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ച് പോയത്. സത്യം, അവിടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല തിരക്കാണ്. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ മുഖഭാവങ്ങളാണ് നിങ്ങൾ എൻ്റെത് കാണുന്നത്. അങ്ങനെ ഇപ്പോൾ തന്നെ ഒരു അരമണിക്കൂറിൽ കൂടുതലായി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട്. ഇവിടുത്തെ അതായത് ഇൻറ്റീരിയറൊക്കെ കൊള്ളാം കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ നല്ല വേർത്തായിട്ടുള്ള ഫുഡാണ്, എല്ലാം ഒത്തൻറ്റിക്കാണ്. മസാലയൊക്കെ അവർ അമ്മിയിലൊക്കെ അരച്ച് വെക്കുന്നതാണെന്നാണ് പറയുന്നത്. അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ. ഞാനിങ്ങനെ തമിഴ് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നോൺ വെജ് അങ്ങനെ ട്രൈ ചെയ്യാറില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പൊറോട്ട, നമ്മൾ പിന്നെ ചിന്താമണി ചിക്കൻ, പിന്നെ ഒരു പെപ്പർ ചിക്കൻ, പിന്നെ ചിക്കൻ നല്ലി, അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ ഗണപതിക്ക് കൊടുത്തിട്ടാണല്ലോ ഞാൻ കഴിക്കാനുള്ളത്. എൻ്റെ കുട്ടി ഗണപതിക്ക് ആദ്യം ഒരു ഇഡലി മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ അവൻ എന്നെ കഴിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പോകുന്നതിന് മുന്നേ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിനെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴി എമ്രു നല്ല ഉറക്കമാണ്. അപ്പം ഇന്ന് ആൾ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. ടാറ്റാ, ബൈ ബൈ.